ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിൽ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളിലായിട്ട് നമ്മൾ ചാർജസിൻ്റെ ചില പ്രത്യേകതകളും പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചു. ആദ്യം നമ്മൾ കണ്ടത് ടൈപ്സ് ഓഫ് ചാർജസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. നമുക്കതറിയാം. ആ ചാർജുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇലക്ട്രിഫിക്കേഷൻ ബൈ ഫ്രിക്ഷൻ. ദെൻ ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ. ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഈ അട്രാക്ഷനും റിപ്പൽഷനും ഫോഴ്സ് ആണ് നമുക്കറിയാം. ആ ഫോഴ്സ് കാണാനുള്ള മാത്തമാറ്റിക്കൽ ഐഡിയ ആയിരുന്നു കൂളംസ് ലോ. ഒരു ലോ ആയിട്ട് സ്റ്റേറ്റ്മെന്റും ഇക്വേഷനും വെച്ച് നമ്മൾ അതിനെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇത്രയും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൂളംസ് ലോയുമായി ബന്ധപ്പെട്ട മറ്റ് ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിന്റെ പേര് ബോർഡിൽ എഴുതിയത് കാണാം. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ. വളരെയധികം ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ്. ഏതൊരു പോയിന്റ് തുടങ്ങുമ്പോഴും എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുള്ളത് പോലെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഓൾറെഡി നമ്മൾ എടുത്ത കൂളംസ് ലോയും അതിൻ്റെ ഫോഴ്സിൻ്റെ ഒരു ബേസിക് ഫോമും എല്ലാവർക്കും അറിയാമായിരിക്കും. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? എന്തായാലും നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഈ ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി സ്കാലാർ ആണോ വെക്റ്റർ ആണോ? നിങ്ങൾ അങ്ങനെ പഠിച്ച ഓർമ്മയില്ലേ? സ്കാലാർസ് ആൻഡ് വെക്ടേഴ്സ്. സ്കാലാർ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള, ഡയറക്ഷനെ കുറിച്ച് ഒന്നും പറയാത്ത, ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികൾ, അതായിരുന്നു സ്കാലാർ. വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. വെക്ടേഴ്സ് നമുക്കറിയാം, ദേ ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ക്വാണ്ടിറ്റികളെ ഡീല് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ വർഷം നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ വെക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടത്തേക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഫോഴ്സ്. നമ്മൾ രണ്ട് ചാർജുകൾക്കിടയിലുള്ള അട്രാക്ഷനോ റിപ്പൽഷനോ ഫോഴ്സ് ആയിട്ട് കണ്ടു അല്ലേ? ഈ ഫോഴ്സ് സ്കാലാർ ആണോ വെക്റ്റർ ആണോ? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഫോഴ്സ് ഉറപ്പായിട്ടും വെക്റ്ററാണ്. അതുകൊണ്ട് ഫോഴ്സിന് കൂളംസ് ലോ പോലെ ഒരു ഇക്വേഷൻ മാത്രമല്ല, കൂളംസ് ലോ പറയുന്നത് പോലെ F = 1/4πε0 εr × Q1 Q2/r². അതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ആ ഇക്വേഷൻ ആണ് നമുക്ക് ആ ഫോഴ്സിന്റെ വാല്യൂ, മാഗ്നിറ്റ്യൂഡ് തരും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ആ ഒരു ഫോഴ്സ് എഫക്റ്റ് കൊണ്ട് ചാർജുകൾ അട്രാക്ട് ചെയ്യുമെങ്കിൽ, റിപ്പൽ ചെയ്യുമെങ്കിൽ എങ്ങോട്ടാണ് അട്രാക്ട് ചെയ്യപ്പെടുക അല്ലെങ്കിൽ എങ്ങോട്ടാണ് റിപ്പൽ ചെയ്യപ്പെടുക? ഈ ഒരു ഐഡിയ ആണ് നമ്മൾ ഈ ഒരു വെക്റ്റർ ഫോമിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. തുടക്കം മുതലേ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ഐഡിയ ക്ലിക്കായി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പല ഭാഗങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓൾറെഡി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബൈഹാർട്ട് ചെയ്യാൻ പോയാൽ നമുക്ക് അത് വലിയ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതേസമയം മനസ്സിലാക്കി പഠിച്ചാൽ ഫിസിക്സിൽ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഒരു സ്ഥലത്ത് പഠിക്കുന്ന കാര്യങ്ങളുടെ സിമിലർ കോൺസെപ്റ്റുകൾ പല സ്ഥലത്തും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ രണ്ട് ചാർജുകൾ എടുത്തു. സി എ പോസിറ്റീവ് ആൻഡ് എ നെഗറ്റീവ് ചാർജ്. എന്താ ചെയ്യുക? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് പരസ്പരം അട്രാക്ട് ചെയ്യും അല്ലേ? Q1 Q2 എന്ന് നമ്മൾ ഈ രണ്ട് ചാർജുകളെ പേര് വിളിച്ചാൽ ദേ ആർ Q1 ആൻഡ് Q2. ഏത് ചാർജിനെ അട്രാക്ട് ചെയ്യുക? പ്ലസ് Q1 ആയിരുന്നു, മൈനസ് Q2 ആയിരുന്നു. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. എന്തായാലും അവർ അട്രാക്ട് ചെയ്യണം. Q1 Q2നെ അട്രാക്ട് ചെയ്യോ അതോ Q2 Q1നെ അട്രാക്ട് ചെയ്യോ? അതോ വലുത് ചെറുതിനെയാണോ ചെറുത് വലുതിനെയാണോ അട്രാക്ട് ചെയ്യുക? എന്താണൊരു മറുപടി? അതുപോലെ രണ്ട് ലൈക്ക് ചാർജ് എടുത്താൽ, രണ്ട് പോസിറ്റീവ് ചാർജ് എടുത്തു അല്ലെ രണ്ട് നെഗറ്റീവ് ചാർജ് എടുത്തു, ഉറപ്പായിട്ടും അവർ റിപ്പൽ ചെയ്യും. അവിടെ ഞാൻ പ്ലസ് Q1 പ്ലസ് Q2 എന്ന് രണ്ട് ചാർജുകൾ എടുത്താൽ Q1 Q2നെയാണോ Q2 Q1നെയാണോ റിപ്പൽ ചെയ്യുക? ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഐഡിയകളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന്റെ ആൻസർ ഇതൊരു മ്യൂച്വൽ ഫോഴ്സ് ആണ് എന്നുള്ളതാണ്. Q1 Q2നെ മാത്രമല്ല, Q2 Q1നെ മാത്രവുമല്ല, രണ്ടു പേരും പരസ്പരം അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ രണ്ടു പേരും പരസ്പരം റിപ്പൽ ചെയ്യും. ഈ റിപ്പൽഷൻ അത് വലുതാണോ ചെറുതാണോ എന്നുള്ളതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വലുത് ചെറുതിനെ അട്രാക്ട് ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല, രണ്ടാളും പരസ്പരം അട്രാക്ട് ചെയ്യും. ഈ അട്രാക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻസ് നമ്മൾ എങ്ങനെ വരയ്ക്കും? ഈ റിപ്പൽഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ വരയ്ക്കും? രണ്ടും നമുക്ക് കാണണം. നമുക്ക് ആദ്യം റിപ്പൽഷൻ എടുക്കാം. സോ ടേക്ക് ടു പോസിറ്റീവ് ചാർജസ്. വൺ ഈസ് പോസിറ്റീവ് Q1 and the other is positive Q2 with a separation R.
ഇങ്ങനെയാണ് നമ്മൾ കൂളംസിലൊക്കെ പറയുമ്പോൾ അല്ലേ, ഒരു പിക്ചറൊക്കെ വരയ്ക്കാറ് ഇങ്ങനെയാണ്. രണ്ട് ചാർജും അതിന് ഡിസ്റ്റൻസ് കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പറയാം റിപ്പൽഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആ റിപ്പൽഷൻ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മ്യൂച്വൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. Q1 Q2വിനെയും റിപ്പൽ ചെയ്യും, Q2 Q1നെയും റിപ്പൽ ചെയ്യും. അതുകൊണ്ട് ആ ഫോഴ്സുകൾക്ക് ഒരു വ്യക്തത വരാൻ വേണ്ടി, ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടി നമ്മൾ ആ ഫോഴ്സുകളുടെ പേരുകൾ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് പറയാൻ പോവാണ്. ഒരു പേര് എഴുതുന്നത് ശ്രദ്ധിക്കാം. ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 by Q2. എന്താ ഇതിന്റെ അർത്ഥം? ഫോഴ്സ് ആക്ടിങ് ഓൺ Q1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബൈ ആര് കൊണ്ട്? ബൈ Q2 കൊണ്ട്. ആ ഫോഴ്സ് റിപ്പൽഷൻ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് Q2 Q1നെ റിപ്പൽ ചെയ്താൽ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഇത്. അങ്ങോട്ട് കൂടി മാറിപ്പോകരുത്. ഇതങ്ങോട്ട് കൂടി മാറിപ്പോയാൽ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഭയങ്കര പ്രശ്നമായി പോകും. Q2 Q1നെ റിപ്പൽ ചെയ്യാം. നിങ്ങൾ മെക്കാനിക്കലി റിപ്പൽഷൻ എന്ന് പറയുന്നത് ഒരു പുഷിംഗ് ആണ് അല്ലേ? നമ്മളൊരു ബോഡി ഒരു സ്ഥലത്ത് വെച്ചിട്ട്, ഏതുപോലെ മെക്കാനിക്സിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ ഒരു സർഫേസിൽ ഒരു ബോഡി എവിടെ വെച്ചു? എ ബോഡി ഓഫ് മാസ് M. സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ ഞാൻ എക്സാമ്പിൾ പറയാം. എന്നിട്ട് ഒരാൾ ഈ ബോഡിയെ പുഷ് ചെയ്യുന്നു. എങ്ങോട്ട്? ഞാൻ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടാണ് പുഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരെ ഇപ്പുറത്ത് നിന്നിട്ട് എനിക്ക് ഇതിനെ അങ്ങോട്ടും പുഷ് ചെയ്യാം അല്ലേ? എങ്ങോട്ടും പുഷ് ചെയ്തൂടെ? അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് പുഷ് ചെയ്യുന്നതെങ്കിൽ, ഒരാൾ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടേക്കാണ് പുഷ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങോട്ടാ പോവാ? അതെന്ത് ക്വസ്റ്റ്യനാ? അത് ഈ സൈഡിലേക്ക് പോവും, ലെഫ്റ്റ് സൈഡിലേക്ക് പോവും. സെയിം ടൈം ഇത് ഇങ്ങനെയല്ല പുഷ് ചെയ്യുന്നത്, ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടാണ് പുഷ് ചെയ്യുന്നതെങ്കിൽ ആ ബോഡി ഇങ്ങോട്ടേക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഈ ഒരു ഐഡിയ ആണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഈ റിപ്പൽഷനെ കുറിച്ച് പറയുമ്പോൾ. അതാണ് നമ്മൾ ഈ ചാർജിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സെൻസിൽ അങ്ങ് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. Q2 ഇവിടെ നിന്നിട്ട് Q2 Q1നെ റിപ്പൽ ചെയ്താൽ ഇവിടെയുള്ള Q1നെയാണ് ഇയാളെയാണ് റിപ്പൽ ചെയ്യുന്നത്. ഓൺ എന്ന് പറയുന്ന വേർഡ് ശ്രദ്ധിക്കണം. ഓൺ Q1. അപ്പോൾ ഈ Q1 ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് മൂവ് ചെയ്യും. ഈ സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന പറയുമ്പോൾ ഇങ്ങനെയാണോ പോവാ? അതോ ഇങ്ങനെയാണോ പോവാ? അതോ ഇങ്ങനെയോ? ഉണ്ടോ? അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? ഇല്ല. പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഈ രണ്ട് ചാർജസിനെയും കണക്ട് ചെയ്ത് വരച്ചൊരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിന്റെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ കാണാൻ പറ്റിയാൽ അതിലൂടെ ആയിരിക്കും ഈ Q1 ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുക. അപ്പോൾ അതാണ് ഈ Q1 മൂവ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങ് മാച്ച് കളയാം. ഇതൊന്നും വേണ്ട, ഇങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയൊന്നും ആണ് എന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പോട്ടെ. ഞാൻ കാണിക്കുന്നു. ഈ ലൈനിന് നേരെ നിങ്ങൾ പിന്നീട് വരയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് എക്സാംസിനൊക്കെ വരയ്ക്കുമ്പം ഒരു സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം. ഈ ലൈനിന് സ്ട്രെയിറ്റ് ലെഫ്റ്റ് ഇങ്ങനെ വരും. ഇതാണ് ആ ഫോഴ്സ്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ F12. F12 എന്ന് വായിക്കരുത്, F12 എന്നാണ് അത് വായിക്കുക. 1ലേക്ക് 2 ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് മീനിങ്. ഒരു വെക്ടർ സിമ്പലും. അപ്പൊ നമുക്കത് ഇവിടെ ഇങ്ങനെ എഴുതാം. ഈ കാണുന്നതാണ് വെക്ടർ F12. ഇങ്ങനെ ഡയറക്ഷൻ കാണിക്കുന്ന ഐഡിയ എത്രയേ ഉള്ളൂ സംഗതി മനസ്സിലാക്കിയാൽ. അപ്പൊ അതേസമയം അടുത്തൊരു ഒരു പേര് ഞാൻ ഇവിടെ എഴുതട്ടെ. ഫോഴ്സിന്റെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഫോഴ്സ് ഓൺ Q2 by Q1. അതിന്റെ പേരെന്തായിരിക്കും? അതിന്റെ പേര് വെക്ടർ F21 ആയിരിക്കും. Not 21, it is vector F21. അപ്പോൾ ഫോഴ്സ് ഓൺ Q2, ഈ Q2 ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്ന സെയിം ടൈം Q1 Q2വിനെ അങ്ങോട്ടും പുഷ് ചെയ്യുന്നുണ്ട്. അതാണ് ഫോഴ്സ് ഓൺ Q2 by Q1. അപ്പോൾ ഇപ്പുറത്താണ് Q1 ഉള്ളത്. ഇവിടെ നിന്നിട്ട് Q1 Q2വിനെ അങ്ങോട്ട് പുഷ് ചെയ്യും. അപ്പോൾ അത് ഈ ലൈനിന് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഒരു ആരോ ഇട്ടാൽ, ഞാൻ പറഞ്ഞ സ്കെയിൽ വെച്ച് തന്നെ നിങ്ങൾ ഡ്രോ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ആ ഫോഴ്സ് ആയിരിക്കും F21. പ്രശ്നമുണ്ടോ? ഇങ്ങനെ കൃത്യമായിട്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻസ് വരയ്ക്കാൻ പറ്റണം. അതേസമയം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ആയിരുന്നെങ്കിലോ, ഇപ്പം നമ്മൾ 2 പോസിറ്റീവ് എടുത്ത് 2 നെഗറ്റീവ് എടുത്താലും ഈ കാര്യം ഇങ്ങനെ തന്നെയായിരിക്കും. കാരണം 2 നെഗറ്റീവ് എടുത്താലും റിപ്പൽഷൻ തന്നെയാണ്. ബട്ട് if one charge is positive and the second charge is negative, we know then there is a force of attraction. അപ്പോൾ നമുക്കൊന്ന് വരച്ചാൽ ഇതാണ് പ്ലസ് Q1, ഇവിടെയുള്ളതാണ് മൈനസ് Q2 വിത്ത് എ ഡിസ്റ്റൻസ് R. ഓക്കെ, അപ്പൊ പറയൂ, ഈ 2 ചാർജുകളും പരസ്പരം അട്രാക്ഷനാണ്. ഇതേ പേര് തന്നെ, പേരിലൊന്നും ഒരു ചേഞ്ചും ഇല്ല. ഫോഴ്സ് ഓൺ Q1 by Q2.
Q2 കൊണ്ട് Q1ൽ, അപ്പോൾ ഇവിടെയുള്ള Q2 Q1നെ ഇവിടുന്ന് അങ്ങോട്ട് പുഷ് ചെയ്യല്ല ചെയ്യുക, പകരം ഈ -Q2 എന്ത് ചെയ്യും, അയാൾ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. ഇതാണല്ലോ അട്രാക്ഷൻ. ഇങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോൾ Q1ന് ഈ ലൈനിലൂടെ ഇങ്ങോട്ട് വരാനുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കാണിക്കുന്നു ഈ ലൈനിലൂടെ ഇങ്ങോട്ടേക്കൊരു ആരോ ഉണ്ടോ, ആരോ മാർക്ക് പോയിന്റ് ശ്രദ്ധിക്കുക. അതായിരിക്കും പേരൊക്കെ സെയിം തന്നെ, വെക്ടർ F12. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം വെക്ടർ F12. സെയിം ടൈം അടുത്ത പേരോ ഫോഴ്സ് ഓൺ Q2 ബൈ Q1. -Q2 എന്ന് പറഞ്ഞാൽ മൈനസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോഴ്സ് ഓൺ Q2 ബൈ Q1. അപ്പോൾ ഇവിടെയുള്ള Q1 Q2വിനെ, അതായത് -Q2വിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ആ അട്രാക്ഷൻ നമ്മൾ ആരോ ഇട്ടാൽ ഇങ്ങനെ ഉണ്ടാവും. അതായിരിക്കും F21. ക്ലിയർ ആയോ? ഇങ്ങനെ ഡയറക്ഷൻ കൃത്യമായിട്ട് കാണിക്കണം. ഈ രണ്ടെണ്ണമുള്ള ചാർജ് സിസ്റ്റമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിന്റെ നെക്സ്റ്റ് വേർഷൻ നമ്മൾ കാണാൻ പോവാണ്. 3 ചാർജും 4 ചാർജും ഒക്കെ വന്നാൽ ഈ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ എങ്ങനെയൊക്കെ വരച്ചുണ്ടാക്കേണ്ടി വരും. അതിന്റെ മുന്നേ ഈ രണ്ട് ഫോഴ്സുകളെയും ഇനി മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ. F12 എന്ന ഫോഴ്സ് വന്നു, ഇവിടെ ആവട്ടെ F12. ഓക്കെ, അക്കോർഡിംഗ് ടു കൂളംസ് ലോ ദ ഇക്വേഷൻ ഈസ് F12 or vector F12 is equal to the constant is 1/4πε0 εr into Q1 Q2 divided by, അല്ലെ, ചാർജിന്റെ പ്രൊഡക്റ്റ് വന്നു, Q1 into Q2 divided by ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എടുക്കണം. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ F12 കാണുമ്പോൾ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ R12 എന്ന് പേര് വിളിക്കും. 1 മുതൽ 2 വരെയുള്ള ഡിസ്റ്റൻസ് എന്നുള്ള ഉദ്ദേശത്തിൽ. ഓക്കെ, സോ നമ്മൾ ഇവിടെ എഴുതുന്നു R12 എന്ന ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇൻറ്റു അതിന്റെ കൂടെ ഒരു R12 ക്യാപ്പ് എന്നും കൊടുക്കും. ക്യാപ്പ് എന്നൊക്കെ എഴുതി പഠിച്ചത് ഓർമ്മയുണ്ടോ? ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ അല്ലേ, അതിന്റെ വാല്യൂ 1 അല്ലേ. അപ്പോൾ ഈ വാല്യൂ ഇവിടെ വന്നാൽ ഇത് ഇൻറ്റു 1 എന്നൊരു വാല്യൂ ആണിത്. ആ ടേം ഇവിടെ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫോഴ്സിന് പ്രശ്നമൊന്നും വരുന്നില്ല. ബട്ട് ഇയാൾ ഇവിടെ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ അവിടെ വന്നു നിന്നാൽ ഈ എഴുതിയത് മൊത്തം ഒരു വെക്ടർ ആണെന്ന ഉദ്ദേശം. വെക്ടർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അയാൾ അവിടെ വന്നു നിന്നതുകൊണ്ട് വാല്യൂവിൽ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമ്മൾ വെക്ടർ ഫോം എഴുതും. അതേസമയം എന്തായിരിക്കും F21? Okay, that is equal to a constant, that the same constant 1/4πε0 εr. ഇത് രണ്ടും തമ്മിലുള്ള ഫോഴ്സ് പറയുമ്പോഴും പ്രൊഡക്റ്റ് ഓഫ് ചാർജ് Q1 into Q2 അല്ലേ, അതിനൊന്നും മാറ്റമില്ല. Q1 into Q2 ഡിവൈഡഡ് ബൈ then F21 പറയുമ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസിനെ R21 എന്നാണ് വിളിക്കുക. ജസ്റ്റ് ഒരു നെയിം ചേഞ്ച്, അത്രയേ ഉള്ളൂ. R12 എന്ന് പറഞ്ഞാലും R21 എന്ന് പറഞ്ഞാലും വാല്യൂ ഒന്നും മാറുന്നില്ല. ശരിയല്ലേ? ഇവിടുന്ന് Q1ൽ നിന്ന് Q2ലേക്കുള്ള ദൂരം, തിരിച്ച് Q2വിൽ നിന്ന് Q1ലേക്കുള്ള ദൂരം ഒക്കെ സെയിം തന്നെ. പക്ഷെ അതിന്റെ ഒരു ഡയറക്ഷൻ വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടി ഇവിടെ R12 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ R21 എന്ന് കൊടുക്കും. then ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എടുക്കും. then ഒരു R21 എന്ന ഒരു യൂണിറ്റ് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യും. അവിടെയും യൂണിറ്റ് വെക്ടർ കാണിക്കുന്നത് അയാൾ അവിടെ ഇങ്ങനെ അപ്പിയർ ചെയ്ത് നിൽക്കുന്നത് ഇത് ടോട്ടലി ഒരു വെക്ടർ ആണ് എന്ന് കാണിക്കാൻ മാത്രമാണ്. അയാൾക്ക് വാല്യൂ 1 ആണ്. ആ വാല്യൂ വന്നതുകൊണ്ട് ഈ ഫോഴ്സിൽ ഒരു ചേഞ്ചും വരില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകൾ നമ്മൾ കൂളംസ് ലോയുടെ വെക്ടർ ഫോം ഐഡിയ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതി കാണിക്കും. ഇതിന് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോഴോ F12 എന്ന ഡയറക്ഷൻ ഉണ്ടോ, അത് ഇങ്ങോട്ടാണ്. F21 എന്ന ഡയറക്ഷൻ നേരെ അങ്ങോട്ടേക്കാണ്. നോക്കൂ, ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇത് അങ്ങോട്ടേക്ക്. അതേസമയം ഈ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടോ? F12 എന്ന് പറയുന്നതും F21 എന്ന് പറയുന്നതും വാല്യൂ വൈസ് സെയിം അല്ലേ, എല്ലാ ടേമും സെയിം അല്ലേ. അപ്പോൾ അത് രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ്, ബട്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, therefore F12 വെക്ടർ F12 is equal to negative of vector F21. ഇല്ലേ, നെഗറ്റീവ് വെക്ടർ എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? ഇത് രണ്ടും നെഗറ്റീവ് വെക്ടേഴ്സാണ്. നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സ് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, അതുകൊണ്ടാണ് ഈക്വൽ എഴുതിയത്. ബട്ട് മൈനസ് കാണിക്കുന്നത് അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇങ്ങനെ അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ചാർജുകൾ അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ടാക്കുമ്പോൾ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഓരോ ചാർജിലും എങ്ങനെ മാർക്ക് ചെയ്യണം, അതിനനുസരിച്ച് ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, ഇത്രയും കാര്യങ്ങളാണ് കൂളംസ് ലോയുടെ വെക്ടർ ഫോമിൽ നമ്മൾ ആദ്യം പറഞ്ഞത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ നമ്മളിപ്പോൾ 2 ചാർജ് സിസ്റ്റം എടുത്തു. 3 ചാർജോ 4 ചാർജോ ഒക്കെയുള്ള അധികം ചാർജുകളുള്ള ഒരു സിസ്റ്റം വന്നാൽ ഈ ഒരു ഐഡിയ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, പറയാം.